ഹലോ എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഡേ സ്പെൻഡ് ചെയ്തതാണ്. ആൻഡ് നല്ലൊരു മെമ്മറബിളായ ഡേ ആയിരുന്നു. സോ അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്ന് തോന്നി. കുറച്ച് കാലം കഴിഞ്ഞാൽ കണ്ടാലൊക്കെ രസമാവില്ലേ, അപ്പോൾ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് ട്യൂഷൻ ഉണ്ട്, അതിന് പോകണം. എന്നെ റെഡി ആയതാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ഡ്രസ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്, ഈ ഷർട്ട്. അപ്പോൾ ഞാൻ റെഡിയായി എൻ്റെ ബാഗൊക്കെ എടുത്ത് ഞാൻ പോവുകയാണ് ഗൈസ്. ഞാൻ ഇറങ്ങുമ്പോൾ നല്ലൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോണ വഴിയിലും ഫുള്ള് ചളിവിളിയായിരുന്നു. പിന്നെ മഴൻ്റെ ആ ഒരു എഫക്റ്റിൽ ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. ഇനി കണ്ണടന്ന് വെള്ളമാവും, അതാണ് ആകെ സഹിക്കാൻ പറ്റാത്തൊരു സംഭവം. ഇതിൻ്റെ മൂത്തമ്മാൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് ഗൈസ്. ഇവിടെ ഫുള്ള് വെള്ളമായി, കുളമായി കാണാം. കുളം എന്നല്ല, എന്നാലും കുറച്ച് വെള്ളമൊക്കെ ആയി തരുന്നു. ആൻഡ് ഇതിവിടെ അടുത്ത പെരിയുള്ള പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. പിന്നെ എനിക്കൊരു ഓട്ടോറിക്ഷ കിട്ടി, അതൊക്കെ എൻ്റെ ചങ്ങയിച്ചല്ല കേട്ടോ. ഇതാണ് എൻ്റെ ട്യൂഷൻ സെൻറ്റർ. ഞങ്ങൾ മഴ ഒന്ന് പെയ്തപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നതാണ്, മഴ കൊള്ളണ്ടെന്ന് കരുതിയിട്ട്. ഇത് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ഭയങ്കര നാണം കാണിക്കല്. അപ്പോൾ ഞങ്ങൾ പോണ വഴി ഫുള്ള് എന്താ പറയുക, മഴ പെയ്തിട്ട് ഇങ്ങനെ വെള്ളമുണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ലെസ്ബിയൻസ്. കൂടിയാണ് പോയെന്തേ ആയിക്കൂടെ കയറലേ കയറാൻ പറ്റില്ലേ? ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്. ആൻഡ് ഇതാണ് ആ ഫ്രണ്ട്. ഇവളമ്മാൻ്റെ ഒരു എന്താ പറയുക ഒരു ക്ലിനിക്ക് ഓപ്പണിംഗ് ആണ്. അപ്പം അതിൻ്റെ ഇനാഗ്രേഷൻ്റെ പരിപാടിയാണ്. അതിനാണ് ഞങ്ങളെല്ലാവരും കൂടിയത്. ഇതോളെ അനിയത്തിയാണ്. ഞാൻ ഓളെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടത്തിലെ അടുത്ത ആളായ ദീപ്തന വന്നു. ഇവള് വന്നിട്ടില്ല, അപ്പോൾ ഓള് അപ്പോഴാണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാവരും എത്തിന്. അപ്പം ഇതാണ് ഞങ്ങളെ ദീപ്തൻ. 1 2 3 4 5 6 7 8. കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഫ്രണ്ട് ഗ്രൂപ്പ് മൊത്തം ഒരുമിച്ചു. പിന്നെ ലഡുവിൻ്റെ പകരം ഇവിടെ നട്ട്സ് കഴിഞ്ഞു, അപ്പോൾ ഞങ്ങളത് കഴിച്ചു. ബദാമിനോ പിസ്തക്കോ എന്തിനോ വേണ്ടി തല്ലുണ്ടാക്കുന്ന രണ്ടാൾക്കാരാണിത്. ഇതാണ് ഫെമിന ആൻഡ് ഉമ്മാൻ്റെ പേരും പറഞ്ഞ് കുറച്ച് എക്സ്ട്രാ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ പെറുക്കി കൊണ്ടുപോകുന്നതാണ് ഈ ആളാണ് ഷംന റാസിൽ. അപ്പോൾ നട്ട്സൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇടയിലാണ് ഞങ്ങൾക്ക് കോഫിയും പൊരിക്കടിയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ പഴംപൊരിയും സമൂസ ഉണ്ട്. അപ്പോൾ അതിന് കിടന്ന് തല്ലുണ്ടാക്കണതാണ് ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളെ ഒരു പ്രത്യേകത. ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡാണ് എല്ലാം. ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ചിക്കൻ ബനാന. റീലൊക്കെ കാണുന്നവർക്ക് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അത് ചിക്കൻ സമൂസയാണ്. പിന്നെ പഴംപൊരി ബനാനയാണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവർ തുടങ്ങിയ ഒരു ഇതാണ് മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിനിക്ക്, സൈക്കോളജി റിലേറ്റഡ്. അപ്പോൾ ഞങ്ങളെ ഓഫീസിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയൊക്കെ നോക്കി. അപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക, കോട്ടും ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, കുറേ ഒന്നും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഓളമ്മാൻ്റെ പേരാണ് സെറീന. ആൻഡ് ഇത് ഞങ്ങളെ ഫ്രണ്ട് ഗ്രൂപ്പ് ആഫ്റ്റർ കുറേ വർഷത്തിന് ശേഷം എല്ലാവരും ഞങ്ങൾ 9 ആൾക്കാരും ഒരുമിച്ച് കിട്ടി. അപ്പോൾ അതിൻ്റെ സന്തോഷം ഉണ്ട് എല്ലാവരും മുഖത്തും.
അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ ഒരു ഉച്ച സമയമായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വീഡിയോ വെറുതെ ഇങ്ങനെ എടുത്തതാണ്. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട് ദീപ്തന. അത്യാവശ്യം നടക്കാനുണ്ടേനി, പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ നടന്നപ്പോൾ അത്രക്കൊന്നും ഫീൽ ചെയ്തില്ല കുറേ നടക്കാനുള്ള പോലെ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാട്ടി ഓരോന്നിങ്ങനെ പറഞ്ഞ് നടക്കാം. അപ്പം ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ ഒപ്പം ഇങ്ങനെ നടന്നു പോവുകയും മഴയാണ് ഗായ്സ്. മഴ മഴ പെരുമഴ ജനതാ ബസാർ കാണാത്തൊരു കാണുക. നസീമാണ് കഴിച്ചത്. അല്ല സാനോ, സോറി അല്ല സാൻ. മഴയുണ്ട് കഴിച്ച് ഞങ്ങൾ മൂന്നാളും മുന്നില് ഓല കാണാനില്ല. ഞങ്ങളാകെ പേടിച്ചു പോയി. എവിടെ ഇത് കാണണ്ട, അതവിടെ ഉണ്ട്. സൂം ചെയ്യാനും പറ്റണില്ല. അപ്പൊ ഒരു പേരുണ്ട്. ഞങ്ങള് നല്ല രസത്തിന് മുന്നിൽ ഇങ്ങനെ നടന്നു പോയി. ഞങ്ങള് തറവാട്ടിക്കാണ് പോണത്. അത് എന്റെ സ്വന്തം തറവാടാണ്. രവീന്ദ്രൻ അങ്കിളിന്റെ തറവാട്. എന്റെ കണ്ണാട ഫുള്ള് വെള്ളത്തില് ഷെയറുണ്ട്. ബഷീർക്ക ഞങ്ങളിങ്ങനെ പോവാണ്. ഇവിടെ കിവിന്റെ കമ്പനി ഒക്കെ ഉണ്ട്. ഇത് ബഷീർഖാന്റെ ബഷീർ ഖാന്റെ ഔട്ട്ലെറ്റ് ആണ്. അതെ, മൂന്നാളും കൂടിയാണ് ഗൈസ്. ഫ്രണ്ട്സ് റൊമാൻസ്. ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ എന്തിനാ ചെറുത്തിനെന്ന് അറിയില്ല. അല്ലോ സത്യം, ഞങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ട് ഗൈസ്. തറവാട് ഇത് തുറന്നു കാണാം. അപ്പോൾ ഇവിടെ തറവാട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ലഞ്ച് കിട്ടുന്നൊരു കട ഉണ്ട്. അപ്പോൾ അവിടേക്ക് വന്നതാണ്. അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ ഈ പണ്ടത്തെ ഒരു വിൻറ്റേജ് ടച്ചുള്ള ഒരു പണ്ടത്തെ തറവാടുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ലുക്കാണ്. ഞങ്ങൾ കുറച്ചേരം ഇന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലാണ് ചെന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ മഴയൊക്കെ പെയ്യണ്ടേനി. പിന്നെ ഇതിങ്ങനെ ഓരോരോ ഫുഡിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ വെറുതെ എടുത്തതാണ്. ഞങ്ങൾ കുറേ ആൾക്കാർ സദ്യയും ബിരിയാണിയും അങ്ങനെയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ സദ്യയാണ് ഓർഡർ ചെയ്തത്. ദീപ്തനെയും ആദിത്യയും ഞങ്ങൾ മൂന്നാളും സദ്യ, ബാക്കിയുള്ള എല്ലാവരും ബിരിയാണി. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ തിന്നുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്ത് ഞങ്ങൾ വെറുതെ ഇങ്ങനെ തിന്നിങ്ങനെ എന്താ പറയുക സംസാരിച്ചൊക്കെ ഇരുന്ന് ആണ് തിന്നത്. അപ്പോൾ രസമുണ്ടായിരുന്നു കേട്ടോ. സദ്യയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ പാത്രത്തിലായിട്ടാണ് രസം, അതേപോലെ എന്താ പറയുക മറ്റേ സാധനമില്ലേ മോര്, അതൊക്കെ വേറെ ഒരു പാത്രത്തിൽ ഈ കാണുന്ന ഒരു കപ്പ് ഒരു ചട്ടി പോലത്തെ സാധനം അതിൽ വെച്ചിട്ടാണ് തന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ കുടിച്ചൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് അവിടുന്ന് വീഡിയോ എടുക്കണം. അപ്പോൾ വെറുതെ കോപ്പറായി ഇങ്ങനെ കാട്ടിക്കൊടുക്കുക ഒക്കെ. ഓൾ ബാക്കിൽ നിന്നാണ്ട് ഇങ്ങനെ ആക്ക് എന്നൊക്കെ പറയണ്ട. അപ്പോൾ അതേപോലെ ഓക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ആദിത്യ വണ്ടി കയറിപ്പോയി. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുന്നു കുറച്ച് അങ്ങോട്ട് ദൂരത്തേക്ക്. അതിൻ്റെ അടുക്ക് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഷഹാന ഫർവീൻ. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണ ഒരാളാണ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ മദർ. അത് മദർ എന്ന് പറയാൻ കാരണം ഓളെടുത്തെത്തുമ്പോൾ ഞാൻ ഒരു കുഞ്ഞുകുട്ടി പോലെ കാരണം. പിന്നെ ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ടൊരു പച്ച ബസ് കണ്ട. ആദ്യമായിട്ടല്ല, കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടേ കാരണം. ഇപ്പം എല്ലായിടത്തും നീലല്ലേ, അപ്പം അതിൻ്റെ അത്ഭുതത്തിലേന്. പിന്നെ പ്രാവിനൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.